പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് മേയറായി ഒ സദാശിവനെ പരിഗണിക്കാൻ ധാരണ. ഡെപ്യൂട്ടി മേയറായി ഡോക്ടർ എസ് ജയശ്രീയെ പരിഗണിക്കും. LDF ജില്ലാ നേതൃത്വം ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്ക് പിന്നാലെ നാളെ പ്രഖ്യാപനം നടക്കും. കോഴിക്കോട് മേയറായി ഒ സദാശിവനെ പരിഗണിക്കാനാണ് ധാരണയായിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയറായി ഡോക്ടർ എസ് ജയശ്രീയെയും പരിഗണിക്കും. LDF ജില്ലാ നേതൃത്വം ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്ക് പിന്നാലെ നാളെയായിരിക്കും പ്രഖ്യാപനം നടക്കുക. കോഴിക്കോട് മേയറായി ഒ സദാശിവനെ പരിഗണിക്കാനാണ് ധാരണ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് മേയറായി ഒ സദാശിവനെ പരിഗണിക്കാനാണ് ധാരണയായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, LDFന്റെ ജില്ലാ നേതൃത്വമാണ് ഇത് സംബന്ധിച്ചൊരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. പല പേരുകൾ തുടക്കത്തിൽ ഉയർന്നു വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഒ സദാശിവന്റെ പേരിന് തന്നെയാണ് ഏറ്റവും പ്രാഥമികമായ ഒരു പരിഗണന ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെതിരെ ചിലർ ബേപ്പൂർ പോർട്ടിൽ നിന്ന് ജയിച്ച രാജീവിന്റെ പേര് മുൻപോട്ട് വെച്ചു. പക്ഷേ ഒ സദാശിവന്റെ പേര് തന്നെ അന്തിമഘട്ടത്തിൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഈ രണ്ട് പേരുകളിൽ തർക്കമുണ്ടായപ്പോൾ വനിതാ മേയർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാലോ എന്ന കാര്യം ആലോചിച്ചു. പക്ഷേ തുടർച്ചയായി രണ്ടാമതും ഒരു വനിതാ മേയർ വരുന്നു. മാത്രമല്ല ഇത്തവണ ഒരു വനിതാ മേയർ വരുമ്പോൾ തന്നെ CPM-നെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി ഇത്തവണ ഈ തൂക്ക് സാഹചര്യമാണ്. ഇവിടെ തൂക്ക് സഭയാണുള്ളത്, കേവല ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ ബിസിനസ്സൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകേണ്ടതുണ്ട്. കോർപ്പറേഷന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാനും എതിരാളികളെ നയതന്ത്രത്തിലൂടെ പ്രതിപക്ഷത്തെ ഒപ്പം നിർത്താനും കഴിയുന്ന ഒരാളായിരിക്കണം എന്നുള്ള ഒരു ചർച്ച വന്നതോടുകൂടിയാണ് സിറ്റിംഗ് കൗൺസിലർ കൂടിയായ, നിലവിൽ കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയായ, ഇത്തവണ തടമ്പാട്ട് താഴത്തു നിന്നും വിജയിച്ച ഒ സദാശിവന്റെ പേരിന് തന്നെ ഒരു പ്രാമുഖ്യം വന്നത്. അത് LDF നേതൃത്വം പൊതുവിൽ തത്വത്തിൽ ഒരു ധാരണയായി അത് അംഗീകരിക്കുകയായിരുന്നു. ഇനി അത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നാളെയാണ് പ്രഖ്യാപനം ഉണ്ടാകുക. അതേസമയം ഡെപ്യൂട്ടി മേയറായി നേരത്തെ തന്നെ പരിഗണിച്ചിരുന്ന ഡോക്ടർ എസ് ജയശ്രീയുടെ പേരാണ്. എസ് ജയശ്രീ ഡെപ്യൂട്ടി മേയറായി പരിഗണിക്കുന്നത് കൊണ്ടാണ് അവരെ പാർട്ടിയുടെ ഉറച്ച കേന്ദ്രമായിട്ടുള്ള കോട്ടുള്ളിയിൽ നിന്നും മത്സരിപ്പിച്ചത്. അവിടെ അവർ മികച്ച വിജയം നേടുകയും ചെയ്തു. അവർ നിലവിൽ ഉള്ള കോർപ്പറേഷന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. ഇനി വരുന്ന കോർപ്പറേഷൻ ഭരണസമിതിയിൽ അവരായിരിക്കും ഡെപ്യൂട്ടി മേയർ എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് നൽകുന്നത്. മാത്രമല്ല ഇത്തവണ ഏകപക്ഷീയമായി LDF-ന് മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും വിജയിപ്പിച്ചെടുക്കുക അസാധ്യമാണ്. കാരണം ഒരു കേവല ഭൂരിപക്ഷമില്ല. മാത്രമല്ല പ്രതിപക്ഷത്തെ രണ്ട് കക്ഷികൾ UDF-ഉം BJP-യും ചേർന്ന് കഴിഞ്ഞാൽ ഭരണപക്ഷത്തേക്കാൾ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP-യും UDF-ഉം എന്തായാലും കൈകോർക്കില്ല. അതുകൊണ്ട് തന്നെ LDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസമുണ്ട്. LDF-ന് മേയർ സ്ഥാനാർത്ഥിയായി ഒ സദാശിവനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം LDF-നുണ്ട്. ഡോക്ടർ എസ് ജയശ്രീയെ ഡെപ്യൂട്ടി മേയറായും വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. നാളെ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഇത് അന്തിമമായ പ്രഖ്യാപനം ഉണ്ടാവുക. ശരി, വ്യക്തമാണ്. കോഴിക്കോട് മേയറായി ഒ സദാശിവനെ പരിഗണിക്കാൻ ധാരണയായിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയറായി ഡോക്ടർ എസ് ജയശ്രീയെയും പരിഗണിക്കും. LDF ജില്ലാ നേതൃത്വം ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്ക് പിന്നാലെ നാളെ പ്രഖ്യാപനം നടക്കും. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.